Hello friends, welcome to Tally in House. Basic accounting terms. കുറച്ച് basic accounting terms നമുക്ക് നോക്കാം. So to help you understand accounting better, a few commonly used accounting terms are explained. ട്രാൻസാക്ഷൻസ് എല്ലാവർക്കും അറിയാലോ. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടപാടുകൾ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ, ഇതിനെ നമുക്ക് ട്രാൻസാക്ഷൻസ് എന്ന് പറയാം. So transaction means it is a business activity that involves the transfer of money or money's worth between two accounts. രണ്ട് ടൈപ്പ് ട്രാൻസാക്ഷൻസ് ഉണ്ട്, ക്യാഷ് ട്രാൻസാക്ഷൻസും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും. നമ്മളൊരു ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഈവൻറ്റിനകത്ത് പഠിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ക്യാഷ് ട്രാൻസാക്ഷൻ ഒരു ബെനിഫിറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് റിസീവ് ചെയ്യുന്നതോടൊപ്പം തന്നെ മണിയും റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ മണിയും പേയ്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ മീൻസ് ഈസ് വൺ വെയർ മണി ഈസ് ഇമ്മീഡിയറ്റ്ലി റിസീവ്ഡ് ഓർ പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ അങ്ങനെയല്ല, ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നതോടൊപ്പം പിന്നീടായിരിക്കും പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, അതായത് കടത്തിന് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്. സർവീസ് ആണെങ്കിൽ അതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, പിന്നീടായിരിക്കും നമ്മൾ ഇത് പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ. സോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഈസ് വൺ വെയർ ഈസ് പെയ്ഡ് ലേറ്റർ ബട്ട് ദ ബെനിഫിറ്റ്സ് ആർ എൻജോയ്ഡ് ഇമ്മീഡിയറ്റ്ലി. അനദർ ടേം ഈസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്യാപിറ്റൽ ഇല്ലാതെ ഒരു ബിസിനസ്സും റൺ ചെയ്യില്ല. ക്യാപിറ്റൽ രണ്ട് രീതിയിൽ നമുക്ക് ക്യാപിറ്റലിനെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരാം. ഒന്ന് ക്യാഷായിട്ട് കൊണ്ടുവരാം, അസറ്റ്സ് ആയിട്ട് കൊണ്ടുവരാം. ക്യാഷ് കൊണ്ടുവരുന്നതിനോടൊപ്പം അസറ്റ്സും കൊണ്ടുവരാം. അസറ്റ്സ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഈ ഫേർണിച്ചർ, എക്യുപ്മെൻറ്റ്സ്, മെഷീനറി, ബിൽഡിംഗ്, ഇതൊക്കെ ക്യാപിറ്റലായിട്ട് ഇനിഷ്യൽ സ്റ്റേജിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാഷ് ആൻഡ് ഇക്വലൻസ് എന്ന് അതും അല്ലെങ്കിൽ അസറ്റ്സ്. ഇറ്റ് ഈസ് ദ അക്യുമുലേറ്റഡ് അസറ്റ്സ് ഓഫ് എ ബിസിനസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ജനറേറ്റ് ഇൻകം ഫോർ ദ ബിസിനസ്. ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ യൂസ് ചെയ്താലേ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ ഒരു ബിസിനസ്സും റൺ ചെയ്തില്ല. സോ ക്യാപിറ്റൽ റെഫേഴ്സ് ടു വാട്ട് ഈസ് ലെഫ്റ്റ് ടു ദ ഓണേഴ്സ് ആഫ്റ്റർ ഓൾ ലയബിലിറ്റീസ് ആർ സെറ്റിൽഡ്. സോ സിംപ്ലി സ്റ്റേറ്റഡ് ദാറ്റ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ അസറ്റ്സ് മൈനസ് ലയബിലിറ്റി. അതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം അസറ്റ്സ്. അസറ്റ്സ് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം അസറ്റ്സ് ആണ്. So assets represent value of ownership that can be converted into cash. Although cash itself, it's also called as considered as an asset. Tangible ഉണ്ട്, intangible ഉണ്ട്. Tangible assets means an asset that has a finite monetary value and usually a physical form. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റ്സ്. അത് കറണ്ട് അസറ്റ്സ് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ട്. ഫിക്സ്ഡ് അസറ്റ്സ് ലോങ് പീരീഡിൽ നിൽക്കുന്നതായിരിക്കും. ബിൽഡിങ്സ്, മെഷീനറി, കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്, ടൂൾസ്, ഫേർണിച്ചർ, ദീസ് ആർ ഫിക്സ്ഡ് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് ക്യാഷ്, ക്യാഷ് ഇക്വലൻസ്, അക്കൗണ്ട്സ് റിസീവബിൾ, സ്റ്റോക്ക്, ഇൻവെൻറ്ററി, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇതൊക്കെ ഷോർട്ട് പീരീഡിനുള്ളിൽ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, അത്തരത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റ്സ്. The next, intangible assets. It is an asset that has a finite monetary value but lacks physical or substance. മോണിറ്ററി വാല്യൂ ഉണ്ടെങ്കിലും നമുക്ക് ഫിസിക്കൽ അതിൻ്റെ സബ്സ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഗുഡ് വിൽ, പേറ്റൻസ്, കോപ്പിറൈറ്റ്സ്, ട്രേഡ് മാർക്സ്, ബ്രാൻഡ് റെക്കഗ്നിഷൻ, ബിസിനസ് മെത്തഡോളജീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ദെൻ ലയബിലിറ്റി. Liability is a debt. It's typically an amount owed by a company to a supplier, bank, lender or other provider of goods, services or loans. ഇതെല്ലാം ലയബിലിറ്റി എന്ന് നമുക്ക് പറയാം. It is a debt owed by a company that requires the entity to give up an economic benefit to settle past transactions or events. അതാണ് liability. Liability can be of two types, current liability and long term liability. കറണ്ട് ലയബിലിറ്റി ഷോർട്ട് പീരീഡിനുള്ളിൽ കൊടുത്ത് തീർക്കപ്പെടേണ്ട ലയബിലിറ്റിയാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റീസ് ആർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻ ദാറ്റ് ആർ ഡ്യൂ വിത്തിൻ 1 year or within a normal operating cycle. Sundry creditors, bills payables, outstanding expenses, bank overdraft means overdraft is a facility wherein current account holder with the bank gets to withdraw money in excess of the effective credit balance in their current account. And bank overdraft,
നോർമലി ഇത്തരത്തിലുള്ള ഫെസിലിറ്റി കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത് ബാങ്ക്, ബിസിനസ്സുകാർക്കാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനേക്കാൾ വിഡ്രോ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി. ക്രെഡിറ്റ് കാർഡ് ഡെറ്റ്, ഷോർട്ട് ടേം ലോൺ, അഡ്വാൻസസ് ഇൻകംസ്, provision for debtors, income tax payable, these are examples of current liabilities. So non-current liabilities that are due beyond a year or the normal operation period of the company. For example, bond, debenture, example. The next term is purchase. A purchase is the amount of goods bought by a business for further use or for reselling goods purchased with immediate payment of cash are called cash purchases. അതെല്ലാവർക്കും മനസ്സിലായി കാണും. ക്യാഷ് പർച്ചേസ് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നു. ക്രെഡിറ്റ് പർച്ചേസ് കടത്തിന് പർച്ചേസ് ചെയ്യുന്നു. ഇതിൻ്റെ ഇമ്പാക്ട് എക്സ്പെൻസസ് ഇൻക്രീസസ്, പർച്ചേസ് അക്കൗണ്ട്, ലയബിലിറ്റി ഇൻക്രീസസ്, സപ്ലയർ അക്കൗണ്ട്. എപ്പോൾ പർച്ചേസ് ചെയ്യുന്നു അതിനനുസരിച്ച് എക്സ്പെൻസും കൂടും, ലയബിലിറ്റിയും കൂടും. പർച്ചേസ് റിട്ടേൺ, ഗുഡ്സ് സെല്ലർക്ക് റിട്ടേൺ ചെയ്യുവാണ്. റീസൺസ് ക്വാളിറ്റി അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി അല്ലെങ്കിൽ ഡാമേജ് കാരണം സെല്ലർക്ക് റിട്ടേൺ ചെയ്യുവാണ്, ബയർ റിട്ടേൺ ചെയ്യുന്ന പ്രോസസ്സാണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. ഫോർമുല നെറ്റ് പർച്ചേസ് ഈസ് ഈക്വൽ ടു പർച്ചേസ് മൈനസ് റിട്ടേൺസ് മൈനസ് അലവൻസ് മൈനസ് ഡിസ്കൗണ്ട്സ്, നെറ്റ് പർച്ചേസ്. Sales, another important term is sales. Sales refer to the amount of goods sold by a business. Sales made against immediate payment of cash are called the cash sales. So credit sales refers to sales where customers or buyers are allowed to make payment at a later date rather than payment at the time of purchase. So everyone knows this word, sales. Then sales return. Goods that have been sold but are returned by the buyer before consumption due to reasons like poor quality and damage are called sales returns. Buyer return ചെയ്യുവാണ് കൺസംഷന് മുന്നേ, പുവർ ക്വാളിറ്റിയോ ഡാമേജ് കാരണമോ റിട്ടേൺ ചെയ്യുവാണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ബയർ അല്ലെങ്കിൽ പർച്ചേസ് ഡെബിറ്റ് നോട്ട് സെല്ലർക്ക് സെൻഡ് ചെയ്യുന്നു. ഇത് പർച്ചേസ് റിട്ടേൺ എന്ന് പറയും. സെല്ലർ എന്ത് ചെയ്യുന്നു, തിരിച്ച് സെയിൽസ് റിട്ടേൺ ക്രെഡിറ്റ് നോട്ട് ബയർക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സർക്കിൾ. ഇപ്പോൾ പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യുന്നു, ബയറാണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ ബയർ ഡെബിറ്റ് നോട്ട് സെല്ലർക്ക് ഇഷ്യൂ ചെയ്യുന്നു, സെല്ലർ തിരിച്ച് ക്രെഡിറ്റ് നോട്ട് ബയർക്ക് ഇഷ്യൂ ചെയ്യുന്നു. Next important terms, debtors and creditors. A debtor is a person who receives benefits from the business immediately but is obligated to pay for the same in future. So the creditor is a person who provides benefit without receiving immediate payment for the same and who will claim the payment in future. Debtors എപ്പോഴും കസ്റ്റമറുമായിട്ട് ലിങ്ക്ഡ് ആണ്, ക്രെഡിറ്റേഴ്സ് സപ്ലയറുമാണ്. അപ്പോൾ സപ്ലയർക്ക് പേയ്മെൻറ്റ് നടത്താനുണ്ടെങ്കിൽ സപ്ലയർ ബിക്കംസ് ക്രെഡിറ്റേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷനിൽ ക്രെഡിറ്റർ ആകുന്ന കേസ് അതാണ്. പേയ്മെൻറ്റ് നമ്മൾ എപ്പോൾ ഡിലേ ആക്കുന്നു, നമ്മൾ ഏത് പാർട്ടിയുടെ കയ്യിൽ നിന്നാണോ പ്രോഡക്റ്റ് വാങ്ങുന്നത് അല്ലെങ്കിൽ ഏത് പാർട്ടിയിൽ നിന്നാണോ സർവീസ് റിസീവ് ചെയ്യുന്നത്, ആ തരുന്ന ആൾ നമ്മുടെ സപ്ലയർ ആയിരിക്കും. അയാളെ നമ്മൾ ക്രെഡിറ്ററായിട്ട് കണക്കാക്കണം. ഡെറ്റർ അതുപോലെ തന്നെ സർവീസ് നമ്മൾ ആർക്കാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, ബെനിഫിറ്റ്സ് റിസീവ് ചെയ്യുന്നു പക്ഷേ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നില്ല, പിന്നീടായിരിക്കും പേയ്മെൻറ്റ് തരുന്നത്, ആ പാർട്ടി നമ്മുടെ ഡെറ്ററായി മാറുന്നു. നെക്സ്റ്റ് ടേം സ്റ്റോക്കാണ്. പർച്ചേസ്, സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക്. പർച്ചേസ് ചെയ്തു, സെയിൽ ചെയ്തു, സോൾഡ്, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. അൺസോൾഡ് സ്റ്റോക്ക് ഓൺ എ പെർട്ടിക്കുലർ റേറ്റ്. ഫസ്റ്റ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, പ്രോസസ് ചെയ്യുന്നു, ഫൈനലി വി വിൽ ഗെറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ്. Next important term, business expense. Rent, traveling expense, conveyance, telephone, internet expense, salaries, printing and stationery. So expense, it is the money spent or cost incurred in an entity's efforts to generate revenue. ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്പെൻസ് എല്ലാം ബിസിനസ് മീറ്റ് ചെയ്താലേ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള റണ്ണിങ് എക്സ്പെൻസ് ആണ് ഒരു പ്രധാനപ്പെട്ട ടേം. Revenue versus profit. Revenue എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? As per accounting terms, revenue it is the income that a business has from its normal business activities, usually from the sale of goods and servicing to customers. So revenue റൈസ് ചെയ്യുന്ന ഈ രീതിയിലായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഗുഡ്സ് സെയിൽ ചെയ്യുകയോ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയോ ഉണ്ടാകുന്ന റവന്യൂ, ആ റവന്യൂവിൽ നിന്നും എക്സ്പെൻസ്, റണ്ണിങ് എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യുമ്പോൾ റവന്യൂ കൂടി നിൽക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, റവന്യൂ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ലോസ് കിട്ടും. When a service or product sells for less than what it costs to supply or manufacture it, or when expenses have exceeded revenue of a particular asset, it is called as loss. So this video is complete here. The next topics can be seen in the next videos. Okay, bye. Thank you.